നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. അതായത് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസുകാരുടെ ആത്മവിശ്വാസങ്ങൾ ചോർന്നു പോയിരിക്കുന്നു. എന്താണ് അത് പറഞ്ഞതിന് കാരണമെന്നുള്ളത് നിങ്ങളെ ഉസ്മാൻജിയുടെ ഒരു പ്രതികരണം കേൾപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് ഒരു നല്ലത് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോവുകയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ മുഖഭാവം? നല്ല പ്രസന്നഭാവത്തിലായിരിക്കും, മാനസികമായി നമ്മൾ സന്തോഷത്തിലായിരിക്കും, വല്ലാത്ത ഉല്ലാസത്തിലായിരിക്കും ആണല്ലോ. ഇത് ഓട്ടോമാറ്റിക്കാണ്. നമ്മുടെ മൈൻഡ് എന്താവുകയാണ്? കൂളാവുകയാണ്. ആ സംഭവം നടക്കാൻ പോകുന്നു, അത് ഉറപ്പ് കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഉസ്മാൻജി മാധ്യമങ്ങളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം, ചുറ്റും നിൽക്കുന്നവർ പറയുന്ന വാക്കുകൾ, ഈ വാക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ പ്രസന്നതയും തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ ഒന്ന് നോക്കി. കേരളത്തിലാകെ UDF അനുകൂല തരംഗം ആഞ്ഞു വീശുകയാണ്. എല്ലായിടത്തും ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതുപോലെ ഒരു അനുകൂലമായ അവസ്ഥ അടുത്ത കാലത്തൊന്നും ഞാൻ ഒരു സംസ്ഥാനത്തും കണ്ടിട്ടില്ല. അപ്പൊ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നുള്ള ജനങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ഓരോ നിയോജകമണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടല്ലോ, ഫുൾ മിസ്മാച്ചിങ് ആണ്. ഒരു മരണം വീട് ഫീലിംഗ് ഉണ്ട്. ആ പറയുന്ന വാചകത്തിന്റെ പിന്നാലെ നമ്മൾ ഒരു സാഡ് മ്യൂസിക് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിലിന്റെ വക്ക് വരെ എത്തുന്നുണ്ട്. കാര്യം ഒരു സന്തോഷകരമായ കാര്യമാണ്. കേരളം ആഗ്രഹിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ UDF മാനസികമായിട്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ തെളിയിക്കുകയാണ്. കാര്യം അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വ്യക്തി തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പാകുമ്പോൾ അത്യന്തം സന്തോഷം. കാര്യം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിലേക്ക് കടക്കുന്ന സന്ദർഭം വരെ ഇവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് കൊടുത്ത വല്ലാത്ത സന്തോഷങ്ങൾ, അതിനെ മുറുകെ പിടിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം അവസാന ലാപ്പിലെത്തുമ്പോൾ ആകെ UDF കാലത്തെ ഒരു പവർ കട്ട് ഫീൽ ഉണ്ട്. മുഖത്ത് വൈദ്യുതി പ്രവാഹം ഇല്ലാത്തൊരവസ്ഥ. അതായത് ഇപ്പോൾ UDF ഭരിച്ച കാലത്ത് പോലെ മതിയായ വൈദ്യുതി ഇല്ല, ഊർജ്ജം ഇല്ലാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ മുഖത്തേക്ക് ഊർജ്ജം എത്തിക്കാനുള്ള സംവിധാനം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെടുകയാണ്. ആ വാചകങ്ങൾ, കാര്യം പ്രവർത്തകർക്ക് മുന്നിൽ ഇങ്ങനെയെങ്കിലും ഈ സന്ദർഭത്തിൽ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഡൗൺ ആവുമല്ലോ. എല്ലാവരും ആവേശഭരിതരായി നിൽക്കേണ്ട സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മനസ്സുകൊണ്ട് പരാജയം ഭയപ്പെടുന്നുണ്ട്, വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സർവേ ഫലങ്ങൾ ഉൾപ്പെടെ UDFന് വലിയ മേൽക്കോയ്മ ഉണ്ടാകുന്നുണ്ടെന്നുള്ള പ്രവചനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ വല്ലാത്ത ആശങ്ക UDF ക്യാമ്പുകളിൽ ഉണ്ടായി എന്നതിന്റെ തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളും അദ്ദേഹത്തിന്റെ മുഖഭാവവും. അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും വിലയിരുത്തുന്നതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാവുകയാണ്: നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളുടെ പോക്ക് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. കേരളത്തിലാകെ UDFന് അനുകൂല തരംഗം ആഞ്ഞു വീശുകയാണ്. എല്ലായിടത്തും ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതുപോലെ ഒരു അനുകൂലമായ അവസ്ഥ അടുത്ത കാലത്തൊന്നും ഞാൻ ഒരു സംസ്ഥാനത്തും കണ്ടിട്ടില്ല. അപ്പൊ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നുള്ള ജനങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ഓരോ നിയോജകമണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്.